സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രതിദിന ഉപയോഗം 110 ദശലക്ഷം യൂണിറ്റ് വരെ എത്തി. ഇത് പ്രതിസന്ധിയിലേക്ക് നയിച്ചെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഉണ്ടാവില്ല എന്നുള്ള ഞങ്ങൾ അതിനുള്ള കരാറൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ വില കൊടുത്തിട്ടാണ്, വലിയ നഷ്ടം വന്നാലും ഇത് ഇല്ലാതെ കഴിക്കാനാണ് ശ്രമിക്കുന്നത്. പീക്ക് അവറിൽ 15 റുപ്യ തൊട്ട് 20 റുപ്യ വരെ കൂടുതൽ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഈ ദീർഘകാല കരാർ വെച്ചതിന് ശേഷമുള്ളത്. സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സച്ചിൻ, ഈ കടുത്ത വേനലായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗം കൂടിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. എങ്കിൽ പോലും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. വിൻഷ, വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗമാണ് ചൂട് കാരണം സംസ്ഥാനത്ത് നിലവിലുള്ളത്. അപ്പോൾ നഷ്ടമാണെങ്കിൽ പോലും നിലവിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനുള്ള യാതൊരു ആലോചനയും നടന്നിട്ടില്ല എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണമെന്നും അനാവശ്യമായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണമെന്ന ഒരു നിർദ്ദേശവും മന്ത്രി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഉഷ്ണതരംഗം ബാധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ മരണപ്പെട്ടിരുന്നു. ഇത് അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്നും അവർക്ക് വേണ്ട ധനസഹായം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഉടനടി ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നു.